The Old Testament says the Messiah suffered. There are over 100 prophecies. Most of them describe his crucifixion. The Way of the Cross, also known as the Stations of the Cross, is a Christian devotion practice which represents his journey through his crucifixion. It consists of 14 stations. Each station signifies his death. We, the Lasalates Malayali family, invite you to join the sacred path and to experience this place and to connect with the Way of the Cross. Let us begin. Jesus, suffering and his acceptance for Father's will. Even in the face of unimaginable pain, it's a place of prayer, sorrow, and profound connection with God for Jesus. The Way of the Cross, starting with Gethsemane, invite believers to reflect the Jesus suffering and to identify with his humanity and his love for the humanity. Lord Jesus, we remember this Way of the Cross. May we accompany you today and through your passion and death so we can love others as you have loved us. Then Jesus came with them to a place called Gethsemane. He said to his disciples, "Sit here while I go over there and pray." He took along Peter and 2 sons of Zebedee and began to feel the sorrow and distress. Then he said to them, "My soul is sorrowful even to death. Remain here and keep watch with me." He advanced a little and fell prostrate in prayer, saying, "My Father, if it is possible, let this cup pass from me, yet not as I will, but as you will." കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനിൻ ശിഷ്യരായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാ
അവസാന വിധിയിൽ നീ അലിവാർന്നു ഞങ്ങൾക്കായി അരുളേണമേ നാഗഭാഗ്യം. അവസാന വിധിയിൽ നീ അലിവാർന്നു ഞങ്ങൾക്കായി അരുളേണമേ നാഗഭാഗ്യം. ഒന്നാം സ്ഥലം. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അവിടുന്ന് ലോകത്തെ രക്ഷിച്ചു. First station, Jesus is condemned to death. Jesus, you stand all alone before Pilate. Nobody speaks up for you. Nobody helps defend you. You devoted your entire life to helping others, listening to the smallest ones, caring for those who were ignored by others. They don't seem to remember that as they prepare to put you to death. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയടിയേറ്റ ശരീരം, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരുന്ന നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. കുരിശു ചുമന്നിടുന്നു, ലോകത്തിൻ വിനകൾ ചുമന്നിടുന്നു. നീങ്ങുന്നു ദിവ്യനാഥൻ, നിന്ദനം നിറയും നേരത്തിലൂടെ. എൻ ജനമേ ചൊൽക, ഞാനെന്തു ചെയ്തു കുരിശിന്റെ തോളിലേറ്റ പൂന്തേൻ തുളുമ്പുന്ന നാട്ടിൽ ഞാൻ നിങ്ങളെ ആശയോടാനയിച്ചു. എന്തേതും നിങ്ങളെല്ലാം മറന്നെന്റെ ആത്മാവിനാദം ഗമേറ്റേ. എന്തേതും നിങ്ങളെല്ലാം മറന്നെന്റെ ആത്മാവിനാദം ഗമേറ്റേ. Second station, ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അവിടുന്ന് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. Jesus carries his cross. Jesus, as you accepted your cross, you knew you would carry it to your death on Calvary. It wouldn't be easy, but you accepted it and carried it just the same. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു.
യേശുവിനെ ചുറ്റും നോക്കുവാൻ സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഊട്ടിക്കൊടുത്തു. പത്രോസ് അവിടുത്തെ പരിചരിച്ചു. മറ്റ് ശിഷ്യന്മാർ ഓടി വിളിച്ചു. അവിടുത്തെ അത്ഭുതപ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. യേശുവെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. മൂന്നാം സ്ഥലം. ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധന സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ട് നാം അവിടുന്ന് വിശുദ്ധ കുരിശാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. Third station. Jesus falls for the first time. Jesus, the cross you have been carrying is very heavy. You are becoming weak and almost ready to faint. And you fall down. Nobody seems to want to help you. The soldiers are interested in getting home so that they can live. They yell at you and try to get you up and moving again. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിളിക്കുന്ന കാലുകൾ, അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർത്തു വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. സ്വർഗീയ കാന്തി ചിന്തം മിഴികളിൽ കൂരമ്പു താണിറങ്ങി. ആരോടു നിന്നെ ഞാൻ സാമ്യപ്പെടുത്തും കലനപ്പേരും കടലേ. ആരറിഞ്ഞാഴത്തിൽ അലതള്ളി നിൽക്കും
Fourth station, Jesus meets his mother. Jesus, you feel so alone with all those people yelling and screaming at you. You don't like the words they're saying about you. And you look for a friendly face in the crowd. You see your mother. She can't make the hurting stop, but it helps to see that she is on your side, that she's suffering with you. She does understand and care. ദിവസം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് വീണ്ടും ലോകത്തെ രക്ഷിച്ചു. കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് പ്രവചിച്ചു. കുരിശു ചുമന്നു നീങ്ങും നാഥനെ ശിമയോൻ തുടച്ചിടുന്നു. നാഥാ നിൻ കുരിശു താങ്ങാൻ കൈവന്ന് ഭാഗ്യമേ ഭാഗ്യം. നിൻ കുരിശെത്രയോ ലോലം, നിൻ മുഖം ആനന്ദദായകം. അഴലിൽ വീഴുഴലുന്നോർ കവലംബമേകുന്ന കുരിശേ നമിച്ചിടുന്നു. സുരലോകനാഥാ നിൻ കുരിശൊന്നു താങ്ങുവാൻ തരണേ വരങ്ങൾ നിരന്തം. സുരലോകനാഥാ നിൻ കുരിശൊന്നു താങ്ങുവാൻ തരണേ വരങ്ങൾ നിരന്തം. Fifth station, Simon of Cyrene helps Jesus to carry his cross. Jesus, the soldiers are becoming impatient. This is taking longer than they want it to be. They are getting impatient. They are afraid you won't make it to the hill where you will be crucified. As you grow weaker, they grab a man out of the crowd and make him help carry your cross. He was just watching what was happening, but all of a sudden, he is helping you carry your cross. 5-ാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കിറവീൻകാരനായ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോപ്പാസിന്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശു ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു.
ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. Sixth station. Veronica wipes the face of Jesus. Jesus. Suddenly a woman comes out of the crowd. Her name is Veronica. You can see how she cares for you as she takes a cloth and begins to wipe the blood and sweat from your face. She can't do much, but she offers what little help she can. ആറാം സ്ഥലം. വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭക്തിയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ നൃത്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയങ്ങൾ അവിടുത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തന്റെ തുവാലയെടുത്ത് രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. രക്ഷകൻ വീണ്ടും നീലത്തു വീണു. ലോകപാപങ്ങളോടങ്ങായി വീഴിച്ചു വേദനിപ്പിച്ച ദൈവം ഭാരം നിറഞ്ഞൊരു ക്രൂശു നിർമ്മിച്ചത് പാപങ്ങൾ തന്നെയല്ലോ. താപം കലങ്ങി പാദം പുണർന്നു ഞാൻ കീഴന്നു കനിയണമെന്നിൽ. താപം കലങ്ങി പാദം പുണർന്നു ഞാൻ കീഴന്നു കനിയണമെന്നിൽ. Seventh station. Jesus falls the second time. This is the second time you have fallen on that road.
as the cross grows heavier and heavier, it becomes more difficult to get up. But you continue to struggle and try until you are up and walking again. You don't give up. ഏഴാം സ്ഥലം. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശ്വംശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ എന്നെ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലോ. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മുസ്ലിമിൻ പുത്രിമാരേ, നിങ്ങളെ നിന്നെയോർത്തെന്റെ ദൈവം കരയുന്നു. നിങ്ങളെയും സുതരെയും ഓർത്തോർത്തു കേണുകൊള്ളുവിൻ. വേദന തിങ്ങുന്ന കാലം വരുന്നു, കണ്ണീരണിഞ്ഞ കാലം. മലകളെ ഞങ്ങളെ മൂടുവിൻ, വേഗമേ നാരവം കേൾക്കുമെന്നും. കരൾ നൊന്തു കരയുന്ന നാരീഗണത്തിന് നാഥൻ സമാശ്വാസമേകി. കരൾ നൊന്തു കരയുന്ന നാരീഗണത്തിന് നാഥൻ സമാശ്വാസമേകി. Eighth station. Jesus meets the women of Jerusalem. Jesus, as you carry your cross, you see a group of women along the road. As you pass by, you see they are sad. You stop to spend a moment with them, to offer them some encouragement. Although you have been abandoned by your friends and you are in pain, you stop and try to help them. എട്ടാം സ്ഥലം. ഈശോ മിശിഹ ഓസ്ലിം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശ്വംശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഓസ്ലിമിന്റെ തെരുവുകൾ ശബ്ദായമാനമായി. പതിവില്ലാത്ത വെള്ളം കേട്ട് സ്ത്രീ ജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ യേശു കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്തിൻ കൊമ്പുകളും ജൈവളികളും. അവർ കണ്ണുനീർ വാർത്ത് കരഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് ഇപ്രകാരം പറയുന്നു: നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവേൻ. കൈകാലുകൾ കോഴ
യേശുമായി മൂന്നാമതും പൂഴിയിൽ വീഴുന്നു ദൈവപുത്രൻ. മെഴുകുപോലെന്നോട് ഹൃദയമുരുകി, കണ്ഠം വരണ്ടുണങ്ങി. താണുപോയി നാവിന്റെ ദേഹം നുറുങ്ങി, മരണം പറന്നിറങ്ങി. വളരുന്ന ദുഃഖങ്ങൾ തളരുന്ന ഭൂമിനി, ഉരുകുന്ന കരളിന്റെ ഉള്ളം. വളരുന്ന ദുഃഖങ്ങൾ തളരുന്ന ഭൂമിനി, ഉരുകുന്ന കരളിന്റെ ഉള്ളം. Ninth station. Jesus falls a third time. Jesus, your journey has been long. You fall again beneath your cross. You know your journey is very difficult and coming to an end. You struggle and struggle. You get up and keep going. ഒൻപതാം സ്ഥലം. യേശു മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതാ നിലം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാക്കാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ശാമൂലം അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ശത്രുക്കളൊന്നായി റിഞ്ഞു നീക്കി. വൈരികൾ തിങ്ങി വരുന്നെന്റെ ചുറ്റിലും ഘോരമാം ഗർജനങ്ങൾ. ഭാഗിച്ചെടുത്തെന്റെ വസ്ത്രങ്ങളെല്ലാം പാപികൾ വൈരികൾ. നാഥാവിശുദ്ധീതൻ തൂവെള്ള വസ്ത്രങ്ങൾ കനിവാർന്നു ചാർത്തേണമെന്നെ. നാഥാവിശുദ്ധീതൻ തൂവെള്ള വസ്ത്രങ്ങൾ കനിവാർന്നു ചാർത്തേണമെന്നെ. Tenth station. Jesus' coats are taken away. The soldiers notice you have something of value. They remove your cloak and throw dice for it. Your wounds are torn apart once again. Some of the people in the crowd make fun of you. They tease you and challenge you to perform a miracle for them to see. They're not aware that you'll perform the greatest miracle ever.
10-ാം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വിശുദ്ധ കുരിശാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാക്കത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് നീല കലർത്തി വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കാമെന്ന് മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചെട്ടിയിട്ട് തീരുമാനിക്കാം എന്ന് അവർ പരസ്പരം പറയുന്നു. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു. എന്റെ മേലങ്കയ്ക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെടുത്ത് അങ്ങനെ അന്വർത്ഥമായി. Station. Jesus is nailed to the cross. You are stretched out on the cross. You have carried so far. The soldiers take big nails and drive it into your hands and feet. You feel abandoned by the people you love so much. People seem to have gone mad. You've done nothing but good. Yet they drive nails through your hands and feet. സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.
ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആവതറയ്ക്കുന്നു. ആഴക്കടലിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കുവാൻ കഴിയാത്തവരും ദുസ്സഹമായ പീഡകൾ. എങ്കിലും അമർത്യാതകളിൽ പരാതിയില്ല. കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നവിടുന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിൽ കിടന്നു ജീവൻ പിരിയുന്നു ഭുവനൈകനാഥനീശോ. സൂര്യൻ മറഞ്ഞിരുട്ടു, നാടെങ്ങും അന്ധകാരം നിറഞ്ഞു. നരികൾ കുരങ്ങുവാൻ വളയുണ്ട്, പറവയ്ക്കു കൂടുണ്ട് പാക്കുവാൻ. നരപുത്രനൊഴിയിൽ തലയൊന്നു ചായ്ക്കുവാൻ ഇടമില്ലോരിടവും. പുൽക്കൂട് കൊട്ടങ്ങി പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടാൻ വന്നു. പുൽക്കൂട് തൊട്ടങ്ങി പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടാൻ വന്നു. 12th station. Jesus dies on the cross. As Jesus hung on the cross, he forgave the soldiers who had crucified him and prayed for his mother and friends. Jesus wanted all of us to be able to love forever and live with God forever. So he gave all he had for us. Jesus, let me take a few moments now to consider your love for me. Help me thank you for your willingness to go to your death for me. Help me express my love for you. 12ാം സ്ഥലം. യേശു മിശിഹ കുരിശിന്മേൽ കിടന്നു മരിക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു.
കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവർ നല്ല കളനെ ആശ്വസിപ്പിക്കുന്നു. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പരദേശിയിലായിരിക്കും. മാതാവും മറ്റ് സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്യുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. 9 മണി വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിലെ ദൃശ്യങ്ങൾ കയറി യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, എലോയി, എലോയി, ലാമാ സബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? Down the Via Dolorosa in Jerusalem that day, the soldiers tried to clear the narrow street, but the crowd pressed in to see the man condemned to die on Calvary. He was bleeding from a beating, there were stripes upon his back, and he wore a crown of thorns upon his head, and he bore with every step the scorn of those who cried out for his death. Down the Via Dolorosa, called the way of suffering, like a lamb came the Messiah, Christ the King. But he chose to walk the road out of his love for you and me. Down the Via Dolorosa, all the way to Calvary. Por la Via Dolorosa, presidiendo Jerusalén, los soldados le abren paso a Jesús, mas la gente se seguiaba para verle aquí, miraba aquella cruz.
to Calvary. The Dean Station. The body of Jesus is taken down from the cross. Jesus, how brutally you were put to death. How gently you're taken from the cross. Your suffering and pain are ended, and you are put in the lap of your mother. The dirt and blood are wiped away. You are treated with love. പതിമൂന്നാം മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അന്ന് സാബത്തിന്റെ ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കൈകാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവരോട് കൂടെ ക്രൂശിക്കപ്പെട്ടെന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാണ്. അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അനന്തരം മിശിഹായുടെ മൃതദേഹം പടയാളികൾ കുരിശിൽ നിന്ന് ഇറക്കി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. നാഥന്റെ ദിവ്യദേഹം വിധി പോലെ സംസ്കരിച്ചിടുന്നിതാ. വിജയം പിരിഞ്ഞു പൊങ്ങും ജീവന്റെ ഉറവയാണ കൊടീരം. മൂന്നു നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞൊരു യൗനാൻ പ്രവാചകൻ പോ ക്ലേശങ്ങളെല്ലാം പിന്നിട്ടു നാഥൻ മൂന്നാം ദിനമുയർത്തി.
14th station. Jesus is laid in the tomb. Jesus, your body is prepared for burial. Joseph gave you his own tomb. He laid your body there and rolled a large stone in front of it. And then they went home. What a sad day it has been for so many people. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യഹൂദരോടുള്ള ഭയനിമിത്തം യേശുവിന്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് അവന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദെമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന് 100 റാത്തൽ സുഗന്ധദ്രവ്യം അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ കുരിശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ല. അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിന്റെ ദിനമായിരുന്നാലും കല്ലറ സമീപത്തായിരുന്നതുകൊണ്ടും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. അവർ കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ലുരുട്ടി വെക്കുകയും ചെയ്തു. ലോകത്തിലാഞ്ഞു വീശി സത്യമാം നാഗത്തിൻ ദിവ്യകാന്തി സ്നേഹം തിരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശ